നിയമസഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഡൽഹിയിലെ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ റാലികളിൽ രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം ശ്രദ്ധേയമാകുന്നു. പാർട്ടിയുടെ താരപ്രചാരകരിൽ ഒരാളും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അസുഖബാധിതനായതുകൊണ്ടാണെന്നാണ് റിപ്പോർട്ടുകൾ. ഫെബ്രുവരി 5-നാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ്. രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ റാലികളിലേക്ക് പ്രിയങ്ക ഗാന്ധിയെ അയക്കണമെന്നാണ് പാർട്ടി കേന്ദ്ര നേതൃത്വത്തോട് ഡൽഹി കോൺഗ്രസ് ഘടകം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആരോഗ്യപരമായി രാഹുൽ ഗാന്ധിക്ക് എന്താണ് പ്രശ്നമെന്നത് സംബന്ധിച്ച് വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതിന്റെ മകനും സ്ഥാനാർത്ഥിയുമായ സന്ദീപ് ദീക്ഷിതിനൊപ്പം ജനുവരി 20-ന് ന്യൂഡൽഹിയിൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് റാലിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കേണ്ടതായിരുന്നു. എന്നാൽ അദ്ദേഹം അന്ന് ആ പരിപാടിക്ക് എത്തിയില്ല. തൊട്ടടുത്ത ദിവസം കർണാടകയിൽ 1924-ലെ ബലഗാവി കോൺഗ്രസ് സമ്മേളനത്തിന്റെ 100-ാം വാർഷികാഘോഷ പരിപാടിയിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കാനെത്തിയില്ല. ബുധനാഴ്ച സാദർ ബസാർ മണ്ഡലത്തിലെ ഇന്ദർലോക് മെട്രോ സ്റ്റേഷന് സമീപത്തു നിന്നും ആരംഭിച്ച തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് രാഹുൽ ഗാന്ധി സംസാരിക്കേണ്ടതായിരുന്നു. നമ്മളെല്ലാവരും രാഹുൽ ഗാന്ധി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ മോശമായത് കാരണം അദ്ദേഹത്തിന് എത്താൻ സാധിച്ചേക്കില്ല. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ഒരു സന്ദേശം അയച്ചിട്ടുണ്ട് എന്നാണ് റാലിയിൽ കോൺഗ്രസ് ഡൽഹി അധ്യക്ഷൻ ദേവേന്ദർ യാദവ് പാർട്ടി പ്രവർത്തകരെ അറിയിച്ചത്. തുടർന്ന് രാഹുൽ ഗാന്ധിയുടെ സന്ദേശം റാലിയിൽ വായിച്ചു. ഇന്ന് സദറിലെ യോഗത്തിലെത്താൻ എനിക്ക് സാധിച്ചില്ല. എന്നെ സ്നേഹിക്കുന്ന 10,000-കണക്കിന് ആളുകൾ റാലിക്ക് എത്തിയിട്ടുണ്ടെന്ന് അറിയാം. എല്ലാവിധ ആശംസകളും നിങ്ങളെ അറിയിക്കുന്നു. ഈ സീറ്റിൽ നിന്ന് മത്സരിക്കുന്ന ഡൽഹി രാഷ്ട്രീയത്തിൽ സുപ്രധാന സ്ഥാനം വഹിക്കുന്ന അനിൽ ഭരദ്വാജും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അദ്ദേഹത്തിന്റെ മറ്റ് സഹപ്രവർത്തകരും മികച്ച വിജയം നേടുമെന്ന ആത്മവിശ്വാസം തനിക്കുണ്ട്. അവരുടെ കഠിനാധ്വാനത്തെ ഓർത്തുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഡൽഹിയിൽ വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിന് വിജയം ഉറപ്പാക്കണം എന്നാണ്. ആരോഗ്യം മെച്ചപ്പെട്ടാൽ ഉടനെ തന്നെ സദറിലെത്തി നിങ്ങളെ എല്ലാവരെയും കാണുന്നതാണ്. എല്ലാവർക്കും നന്ദി, ജയ് ഹിന്ദ് എന്നായിരുന്നു ആ സന്ദേശം. രാഹുൽ ഗാന്ധി തിരിച്ചെത്തുന്നതുവരെ ഡൽഹി തിരഞ്ഞെടുപ്പിന്റെ ബാറ്റൺ പ്രിയങ്ക ഗാന്ധിക്ക് കൈമാറാനാണ് കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ പ്രിയങ്കയെ എത്തിക്കാനായിരുന്നു നേരത്തെയുള്ള ധാരണ. എന്നാൽ പുതിയ സാഹചര്യത്തിൽ അടുത്തയാഴ്ചയോടെ തന്നെ ഡൽഹിയിൽ പ്രിയങ്ക ഗാന്ധി സജീവമായേക്കും. ശക്തമായ ത്രികോണ മത്സരമാണ് ഇത്തവണ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. AAP, BJP, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വീറോടെ പ്രചരണം തുടരുകയാണ്. ഇന്ത്യ സഖ്യം എന്ന ലേബലിൽ ഡൽഹിയിൽ BJPക്കെതിരെ ഐക്യനിര ഇല്ല എന്നതും എടുത്തു പറയണം. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വ്യാപകമായ കൂറുമാറ്റം ഡൽഹിയിൽ നടന്നിരുന്നു. കളം മാറിയ പലരും എതിർചേരികളിലെത്തി സ്ഥാനാർത്ഥികളായി മത്സര രംഗത്തുണ്ട്. നിരവധി കോൺഗ്രസ് BJP നേതാക്കൾ ഇത്തവണ AAP ടിക്കറ്റിൽ മത്സരിക്കുന്നുണ്ട്. AAPയിൽ ഉണ്ടായിരുന്നവർ BJP ടിക്കറ്റിലും മത്സരിക്കുന്നു. കോൺഗ്രസിലെത്തി മത്സരരംഗം കൊഴുപ്പിക്കുന്നവരും ഏറെയാണ്.